എന്താണെന്ന് വെച്ചാൽ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തന്നത്. പക്ഷേ ഇത് വരും തലമുറയ്ക്ക് അതൊരു നല്ല ഒരു കാര്യമാണ്. ഞാൻ മുമ്പേ എൻ്റെ ചെറുപ്പ സമയത്ത് അപ്പൻ നല്ല നാൾ വരുമ്പോൾ പിന്നെ കുച്ചുരാമൻ നാളായിരുന്നു, അവർക്കൊക്കെ ഒരുപിടി ആഹാരമല്ലെങ്കിൽ ഒരു വസ്ത്രം പണ്ട് നാളെ അപ്പം കൊടുത്തു വന്നിട്ടുണ്ട്. നല്ല നാളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല കഷ്ടങ്ങളും ഒരു ബാള് വാങ്ങിക്കണമെങ്കിൽ കൊച്ചു പിള്ളേർ കേൾക്കാൻ കഴിയാണ്. ഒരു ബാള് ഓണത്തിന് വാങ്ങണമെങ്കിൽ ഞാൻ മൂച്ചൂട്ട് അറുത്ത് കൂട്ടി പിന്നെ വിറ്റാൽ മാത്രമേ 4-5 ദിവസം ഓണത്തിന് മുമ്പേ ഒരാഴ്ചയ്ക്ക് മുമ്പേ അതിന് പരിശ്രമിച്ചാൽ മാത്രമേ ഒരു ബാള് വാങ്ങിക്കാൻ പറ്റൂ. അതുപോലെ ഞാനും അമ്മയും വലിയ കഷ്ടപ്പെട്ട് ആ കുടുംബത്തെ കൊണ്ടുപോയതാണ്. രാത്രി 9 മണി 10 മണിയാകും ഉടയാൽ റേഷൻ കടയിൽ ചെന്ന് ഗോതമ്പ് വാങ്ങിച്ച് കൊണ്ടുവന്ന് തനിയെ ഞാൻ ഇടിച്ച് ഇവർക്കെല്ലാവർക്കും ആഹാരങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ഒരു ഗുരുത്വം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഗുരുത്വം എന്ന് വെച്ചാൽ ഈ പണ്ട് നമ്മൾ ഒരു 35-36 വയസ്സ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പൈസ കാണാനായിട്ട് പറ്റിയില്ല. അത്ര ഒരു ദാരിദ്ര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞത്. അപ്പം ഇന്ന് അതല്ല. ഇന്നിത്ര ചെറുതിലെ തന്നെ പിള്ളേർക്ക് എൻ്റെ മകനായിരുന്നാലും ശരി 1 രൂപ പൈസ എടുക്കാനും അതിനെ ഉണ്ടാക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് പല രീതിയിൽ. അതുപോലെ ഇന്ന് വെളിനാട്ടിൽ പോയി നമ്മുടെ ഫാമിലിയിൽ നല്ല ലെവലായിട്ടും. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ സ്വന്തം അപ്പനും അമ്മയ്ക്കും സുഖമില്ലാതായാൽ എത്ര കോടി രൂപ വേണമെങ്കിലും നമ്മൾ ചിലവാക്കാൻ തയ്യാറാണ്. എൻ്റെ കൊച്ചണ്ണൻ സുഖമല്ല കിടന്നപ്പോഴും ഒരു നേരത്തെ ഗുളികയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് വിളിക്കും. ഞാനും അമ്പിളി കൊണ്ട് കൊടുക്കാൻ കരുതി അതിനെ വാങ്ങിച്ച് കൊടുക്കും. അതുപോലെ ബാബു ശുശ്രൂഷിക്കാനും അവൻ്റെ തമാശ കേൾക്കാനും ഞങ്ങൾ വൈകുന്നേരത്തൂടെ കൂട്ടം കൂടി വരും. അത് രക്തബന്ധമാണ്. അതുപോലെ ഇന്നത്തെ തലമുറ ദൂരെ വിദേശത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു, അപ്പായിരുന്ന സമയത്തേ ഉണ്ടായിരുന്നു. നല്ല നാൾ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാനിതിപ്പോൾ പ്രതീക്ഷയല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു നല്ല നാൾ വരുമ്പോൾ എൻ്റെ വീട്ടിൽ നമുക്ക് വേണ്ട എല്ലാം ഭാഗ്യമുണ്ട്. ഒരു കോടീശ്വരനായിരുന്നാലും അവന് ഒരു തുപ്പണം ചുമ്മാ അത് ദാനമായിട്ട് കൊടുക്കുമ്പോൾ അത് സന്തോഷമാണ് മനസ്സിൽ. കോടീശ്വരനായിരുന്നു പാവപ്പെട്ടവനായിരുന്നാലും അതാണ്. പക്ഷെ അതുപോലെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കിത് എൻ്റെ ആയുസ്സിന് ഇപ്പോൾ ഇത് കിട്ടിയത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇതല്ല. നല്ല നാൾ വരുമ്പോൾ ഇതാ നിൽക്കുന്ന ഈ പയ്യന്മാർ എന്തെങ്കിലും നമ്മുടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ. എന്നാലും നിങ്ങൾക്കും അതിൻ്റെ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുമ്പോൾ ഒരു നല്ലൊരു അതുപോലെ എല്ലാവരും ഈ നമ്മുടെ അമ്മയുടെ എല്ലാ മക്കളും മക്കളും എല്ലാം ആ രീതി പഠിച്ചിരിക്കണം.